മീനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉപ്പ് മാങ്ങ പുളിശ്ശേരിയാണ്. ഉപ്പിലിട്ട മാങ്ങ കൊണ്ട്, പഴുത്ത ഉപ്പിലിട്ട മാങ്ങ കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ പുളിശ്ശേരി തയ്യാറാക്കാൻ പോകുന്നത്. പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത് 3 എണ്ണം, കടുക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര്, തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, ചുമന്നുള്ളി, കാന്താരിമുളക്, കറിവേപ്പില, വറ്റൽമുളക്. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 3 ചുമന്നുള്ളി, 5 കാന്താരിമുളക്, വെളുത്തുള്ളി 2 എണ്ണം എന്നിവയെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുത്ത് നമുക്ക് മാറ്റിവെക്കണം. ഞാനിവിടെ ഉപ്പിലിട്ട പഴുത്ത മാങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് കാന്താരിമുളകും ചുമന്നുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം. ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ മാങ്ങയൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം വേവിക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കണം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ചുമന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് മാങ്ങാ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാങ്ങാ പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. ട്രൈ ചെയ്ത് നോക്കണം. മീനൂസ് കിച്ചൺ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും.